നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ആയില്യം നക്ഷത്രത്തെ കുറിച്ചാണ്. ആയില്യം നക്ഷത്രക്കാരുടെ തിരുവോണ വർഷ ഫലമാണ് പറയുന്നത്. 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങളാണ്. ഈ ആയില്യം നക്ഷത്രക്കാരുടെ ഫലം പറയുമ്പോൾ ഗ്രഹസ്ഥിതി അനുസരിച്ച് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഫലമാണിത്. ഈ സമയത്ത് ശനി കുംഭത്തിലൂടെയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് കടന്നു പോകുന്നത്. വ്യാഴം മിഥുനത്തിലും കർക്കിടകത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാഹു കുംഭത്തിലും ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ആയില്യം നക്ഷത്രത്തിന്റെ ഫലം എടുക്കുമ്പോൾ ബുധന്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ബുധന്റെ സ്ഥിതി എങ്ങനെ ആണ് നിങ്ങളെ ബാധിക്കുന്നതെന്ന് നോക്കിയാണ് ഇതിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഫലങ്ങൾ വരുന്നത്. അപ്പോൾ ആ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ബുധൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെയും കച്ചവടത്തിന്റെയും ഒക്കെ ഒരു കാരകനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 2026 അവസാനത്തോടെ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സംസാരത്തിലൂടെയും എഴുത്തിലൂടെയും ഒക്കെ നിങ്ങൾക്ക് നല്ല വരുമാനവും നിങ്ങളുടെ തൊഴിൽ മെച്ചപ്പെടുത്താനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ IT മേഖലയിൽ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലുള്ളവർക്കൊക്കെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. കലാകായിക രംഗത്തുള്ളവർക്ക് നല്ലൊരു സമയമാണ്. കൃഷി സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്കും നല്ലൊരു സമയമാണ്. ഇത് ഈ 2026 ഇങ്ങനെ നടക്കുമെങ്കിലും 2027 ആദ്യ ഭാഗത്ത് ശനിയുടെ അല്പം കാഠിന്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കഠിനാധ്വാനമൊക്കെ ആ സമയത്ത് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തിടുക്കമൊന്നും തൊഴിലിൽ കാണിക്കണ്ട. ഇപ്പോൾ പോകുന്ന തൊഴിൽ തന്നെ തുടരുന്നതായിരിക്കും നിങ്ങൾക്ക് ഉചിതമായിട്ട് കാണുന്നത്. നിങ്ങളുടെ ധനവരവ് ഈ തിരുവോണ വർഷഫലം വെച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചകൾ ഇല്ലെങ്കിലും ചെറിയ ചെറിയ ഉയർച്ചകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളൊക്കെ വരുന്നുണ്ട്. സർപ്പദോഷ പരിഹാരമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഈ സമയത്ത് ധനപരമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ കടം കൊടുക്കുന്നതും വാങ്ങുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാത്തിനും ഓരോ രേഖകൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും. രേഖകൾ മുഖാന്തരം ധന ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനപരമായിട്ട് വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ്. അമിതമായിട്ടുള്ള ധൂർത്ത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഈ വർഷം നിങ്ങൾ ധനപരമായിട്ടൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം. ആരോഗ്യപരമായിട്ട് നിങ്ങൾ ചെറിയ തോതിലൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിഷം മൂലമുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സന്ധ്യാസമയങ്ങളിലൊക്കെ വെളിയിൽ ഇറങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ ചെറിയ ചെറിയ സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ വരുന്നുണ്ട്. സംസാരത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളുമൊക്കെ ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് അത്ര മെച്ചമല്ലാത്ത ഒരു വർഷമായിട്ടാണ് പോകുന്നത്. ഇതിനെല്ലാം പരിഹാരങ്ങളുണ്ട്. പണച്ചെലവില്ലാത്ത പരിഹാരങ്ങളുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. വിവാഹ ആലോചനകൾക്ക് 2027 ഓഗസ്റ്റോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. ഇതുവരെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് നല്ലൊരു സമയമാണിത്. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിയൊക്കെ കൂടുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത്. എക്സാമുകൾക്കൊക്കെ നിങ്ങൾ പാസ്സാവുന്നതും വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടത്താൻ കഴിയുന്നതും ഒക്കെയാണ്. കമ്പ്യൂട്ടർ പരമായിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ ചേരുന്നത് വളരെ നല്ലതാണ്. ശ്രദ്ധ പഠനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിങ്ങൾ നോക്കണം. ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ വിദ്യാർത്ഥികൾ അടിമയാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പഠനത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകാതിരിക്കുക. 2027 ഫെബ്രുവരിയിലും ജൂണിലും വ്യാഴത്തിന്റെ അനുകൂലം കൊണ്ട് കാര്യങ്ങൾ കുറച്ചൊക്കെ അനുകൂലമാവുന്നതാണ്. പുതിയ തൊഴിലൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ജൂൺ മാസം മുതൽ വിവാഹാലോചനകൾ നടത്തി തുടങ്ങാവുന്നതാണ്. ഭവനമൊക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവര് ഫെബ്രുവരിയിലും ജൂണിലും ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ ഭവനമൊക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ചെറിയ ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ തിരുവോണ വർഷഫലം നോക്കുമ്പോൾ അത്ര നല്ല ഫലങ്ങളല്ല കാണുന്നത്. 60% ദോഷങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ചെറിയ ചെറിയ ദോഷങ്ങളാണെങ്കിൽ പോലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ വർഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്
ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ ആയില്യം നക്ഷത്രക്കാര് നാഗാരാധന നടത്തുന്നത് വളരെ നല്ലതാണ്. നാഗദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. മാസത്തിൽ ഒരിക്കല് ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നല്ലതാണ്. അന്യമതസ്ഥരാണ് ഇത് കാണുന്നതെങ്കിൽ അവരവരുടെ മതത്തിലും ദൈവത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ നിങ്ങൾ ആയില്യം നക്ഷത്രക്കാര് ബുധമന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഓം ഭും ബുധായ നമ എന്ന മന്ത്രമാണ് നിങ്ങൾ ജപിക്കേണ്ടത്. ഇത് ചെറിയൊരു ശബ്ദത്തിലാണ് ജപിക്കേണ്ടത്. കാരണം മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അത് പ്രകൃതിയിൽ ലയിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഊർജമാണ് നമ്മൾക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് വരുന്നത്. ഇത് 108 തവണ ആണ് ജപിക്കേണ്ടത്. അത്രയും തവണ ജപിക്കാൻ നിങ്ങൾക്ക് ഏകാഗ്രമായിട്ട് ജപിക്കാൻ കഴിയില്ലെങ്കിൽ 9 തവണയെങ്കിലും ജപിക്കുക. നിങ്ങൾക്ക് പച്ചയും നീലയും നിറങ്ങള് ഭാഗ്യങ്ങൾ കൊണ്ടുവന്നു തരുന്ന നിറങ്ങളാണ്. ഈ നിറങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ കയ്യിൽ കരുതുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ബുധനാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ബുധനാഴ്ച ദിവസം നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ നല്ല ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കോടതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 2027 ആദ്യ സമയത്ത് തന്നെ അത് തീർപ്പാകുന്നതാണ്. വീട് സ്ഥലമൊക്കെ നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2027 മധ്യത്തോടെ അത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അത് വിൽക്കാൻ സാധിക്കുന്നതാണ്. ചെറിയ ചെറിയ യാത്രകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. ഔദ്യോഗികമായിട്ടുള്ള യാത്രകളൊക്കെ കൂടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും നല്ല മാസങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ മാസങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ എന്ന് പറയുന്നത് 2026 നവംബർ, 2027 ജനുവരി, മാർച്ച് ഈ മാസങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് നിങ്ങളുടെ ജന്മ സമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഇതിലുണ്ടാവാം. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.